गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम गणानां त्वां गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तवं ज्येष्ठराजं ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनम्। ओम श्री महागणपतये नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। പരമപവിത്രമായ തൃശ്ശൂരത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ വിനീത നമസ്കാരം. ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളാണ്. വളരെ ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള ധർമ്മം ജ്ഞാന വിജ്ഞാന സദസ്സ് ഏറ്റവും നന്നായിട്ട് നടക്കുന്ന കേരളത്തിലെ തന്നെ വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധാനമാണിത്. സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വഴി തെളിയുള്ളൂ. അതിന് ഒരു ക്ഷേത്രം നൽകുന്ന പ്രാധാന്യം വളരെ വളരെ വലുതാണ്. നമ്മുടെ വിഷയം പുരുഷോഭാവ സുഹൃതം എന്നുള്ളതാണ്. ഋഗ്വേദത്തിലെ ഐതരീയ ഉപനിഷത്തിലെ വളരെ വിശേഷമായ ഈ മന്ത്രം വ്യാസഭഗവാൻ തൻ്റെ 18 മഹാപുരാണങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് വിഷ്ണു പുരാണം. പുരുഷോഭാവ സുഹൃതം ഭഗവാൻ പാടുകയാണ്. പുരുഷനായിട്ട് മനുഷ്യനായിട്ട് ജനിക്കുവാൻ സാധിക്കുക എന്നത് എന്താണ്? സുഷ്ടും കൃതം, ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും വിശേഷപ്പെട്ട, അല്ലെങ്കിൽ അത്രമാത്രം സുഹൃതമാണ് എന്നുള്ളതാണ്. എന്നാൽ നമുക്കെന്താ തോന്നുന്നത്? ആകുലതകളും വ്യാകുലതകളും ദുഃഖവും വിഷമങ്ങളും ഒക്കെ നമ്മളെന്താ പറയുന്നത്? പല ആൾക്കാർ എന്താ പറയുന്നത്? ഇതൊന്ന് എന്താ പറയുന്നത്? ഒരമ്മ പറഞ്ഞത് വളരെ രസകരമാണ്. എന്നെ കിടത്താണ്ട് കൊണ്ടുപോകണേന്ന്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ കിടന്നിട്ടില്ലെങ്കിലും ആരെങ്കിലും പിടിച്ച് കിടത്തും. പോകുമ്പോൾ എന്തായാലും കിടന്നിട്ടേ പോകാൻ പറ്റും.
എന്തൊക്കെയാ നമ്മളുടെ ജീവിതത്തിന്റെ വളരെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ഇല്ലായ്മകള് വല്ലായ്മകൾ ഓർത്ത്, ഈ പരിതസ്ഥിതിയെ ഓർത്ത്, ഈ ചുറ്റുപാടിനെ, മറ്റുള്ള ആൾക്കാരെ ഓർത്ത്, ചില ആൾക്കാർ തന്നെ ഓർത്ത് എന്ത് ചെയ്യുന്നു? വിഷമിക്കുക. ആണോ അല്ലയോ? എല്ലാവരും പരസ്പരം ചെയ്യുന്നു വളരെ 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 ഒന്നിക്കൽ സാഹചര്യത്തെ, ഭഗവാനെ, കൃഷ്ണ, നീ കാണുന്നില്ലേ? അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് അവിടെയൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നത് മാത്രമല്ല ഉണ്ടാവാം, കുറേ പരാതികളും പരിഭവങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടാവാം. ഒന്നിക്കൽ തന്റെ സാഹചര്യത്തെ, അല്ലെങ്കിൽ തന്റെ വിധിയെ. എല്ലാവരും എന്താ പറയല്? എന്റെ വിധി ഇങ്ങനെ ആയല്ലോ സാറേ. അല്ലെങ്കിൽ എന്താ പറയുന്നേ? ഏറ്റവും ആൾക്കാർ ഏറ്റവും എളുപ്പം എന്താ? കുട്ടികളുടെ പരീക്ഷ മാർക്ക് പറഞ്ഞ ആരെയും പറയാം? മറ്റുള്ളവരെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും എളുപ്പം. നമ്മുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ വണ്ടി എന്ത് ചെയ്തേ അപ്പുറത്ത് വരച്ചത്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? മറ്റേ ഒന്നിക്കല് കുട്ടി വഴക്ക് കളിച്ച് അവിടുന്ന് വീണ് കഴിഞ്ഞാൽ അമ്മ അടിക്കുന്നത് ആ ഡെസ്കിനെയാണ്. കുട്ടിയുടെ കുരുത്ത വളരെ വളരെ അബദ്ധം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കൊടുക്കുക. എന്താണ്? നീ തെറ്റ് ചെയ്താലും നീ അല്ല അതിന്റെ കുറ്റക്കാരൻ, ഇതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ. എന്നാൽ ഇന്ന് ഒരു വലിയൊരു നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ തന്നെ, അവനവനെ തന്നെ എന്ത് ചെയ്യുന്നു? പഴിക്കുന്നു. ഇതെന്റെ അവനവനെ തന്നെ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ശപിച്ചും ഇങ്ങനെ തന്നെ പഴിച്ചും കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ആണോ അല്ലയോ? എന്നാൽ തന്റെ അനന്തമായ സാധ്യതകളെ കണ്ടെത്തി, ഈ ജീവിതം എനിക്ക് കിട്ടിയല്ലോ ഭഗവാനെ. The hidden treasures are inside us. എന്നിലുള്ള അസാധ്യമായിട്ടുള്ള ഈ കഴിവുകളെ കണ്ടെത്തി ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്, അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷോഭാവ സുഹൃതം. ധന്യം ഈ ജീവിത ധന്യത ഓർത്ത് അപ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് വരിക? ധ്രുവകുമാരൻ ഭഗവാനോട് പറയുന്നത്, യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യാം. 5 വയസ്സായ ധ്രുവകുമാരൻ, ഭാഗവതത്തിലെ പ്രഹ്ലാദനാവട്ടെ, അംബരീഷനാവട്ടെ, പൃഥു ആവട്ടെ, ഈ ധ്രുവകുമാരനാവട്ടെ, ആ കുട്ടി ആ ഭഗവാനോട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സമർപ്പണ ഭാവത്തിലേക്ക് വരും. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരം നിലനിൽക്കുന്നത്, ഓരോ സെക്കൻഡും നിലനിൽക്കുന്നത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്നറിയുമ്പോൾ മറ്റുള്ളവരെ ശപിക്കാതെ, മറ്റുള്ളവരെ പഴി പറയാതെ, സാഹചര്യത്തെ മനസ്ഥിതി കൊണ്ട് പരിസ്ഥിതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന് തൻ്റെ എങ്ങനെ ഈ ശരീരം അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യണം? ഈ നമ്മുടെ ശാസ്ത്രത്തിലേക്ക്, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളാവട്ടെ, ഭഗവാൻ എന്താണ് വ്യസിച്ച വേദങ്ങളാവട്ടെ, ശാസ്ത്രങ്ങളാവട്ടെ, ഇതിലൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു ശ്രദ്ധ ആവശ്യം. നമുക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? നമുക്ക് ഉള്ളപ്പോഴേ 2 സമയത്ത് ഒരു കാര്യത്തിന് വില മനസ്സിലാവാം.
രണ്ട് സമയത്താണ് ഒരു കാര്യത്തിന്റെ എത്രമാത്രം അതിന് വിലയുണ്ടാവുമെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ TV ഇപ്പോൾ ഒരു ദിവസത്തേക്ക് അത് പെട്ടെന്ന് അത് വർക്ക് ചെയ്യുന്നില്ല, എന്തായിരിക്കും? TVയെ കാണാത്ത ആളായിരിക്കും. എന്നാലും എന്ത് തോന്നും? അയ്യോ എന്തോ മിസ്സായി തോന്നും. ആണോ അല്ലയോ? ഒരു ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഏറ്റവും നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് ഐഫോൺ ആയിരിക്കാം. ചെറിയ കുട്ടികളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, എന്നാൽ പോലും സ്വന്തമായിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഭവം തോന്നില്ല. കിട്ടാത്തപ്പോൾ ഏറ്റവും വിലയുണ്ട്. എന്നാൽ വേറെ ഒരു സമയമുണ്ട് കേട്ടോ, എപ്പോഴാണ് കിട്ടിയത് നഷ്ടപ്പെടുമ്പോൾ. അമ്മമാരില്ലാത്ത മക്കളോട് ചോദിച്ചാൽ മതി അമ്മമാരുടെ വില മനസ്സിലാവാൻ. ഞാൻ ഇതിലെ മാഹിയിലെ ഒരു വലിയൊരു പബ്ലിക് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഒരു ഇന്റൻസീവ് ആയിട്ടൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഫുൾ ഡേ കൊടുത്തു. അപ്പൊ ഈ കുട്ടികളോട് പലപ്പോഴും ചോദിച്ചപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് താൻ മാർക്ക് വാങ്ങിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഒന്നുകിൽ സ്കൂളുകാർക്ക് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അമ്മമാർക്ക് വേണ്ടിയിട്ട്, പേരൻസിന് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ്. എന്നാൽ അവനവന്റെ ദൗത്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ആവശ്യമില്ല. തൻ്റെ അമ്മമാരുടെ പ്രതീക്ഷകള്, തൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് തൻ്റെ ശക്തി എന്ന് അറിയുന്ന ഒരു കുട്ടി അതുണ്ടാവുമ്പോൾ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ വലിയൊരു സ്ഥാനം അത് നൽകുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മളുടെ എന്താണ് ഈ ജന്മത്തിന്റെ അല്ലെങ്കിൽ എന്താണ് എന്തുകൊണ്ടാണ് ജീവിത ധന്യത എന്ന് പറയുന്നതിനെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നാം എവിടെ ജനിച്ചു എന്നുള്ളതാണ്. നാം എവിടെ ജനിച്ചത്? ജനിച്ചിട്ടുണ്ടോ? ജനിച്ചു. പക്ഷെ എന്താണ് എങ്ങനെ പോകുന്നു ചോദിച്ചാൽ നമ്മളെന്താ പറയാ? ഒരാളുടെ നമ്മളെ സുഖാണോ ചോദിച്ചാൽ എന്താ പറയാ? മലയാളികൾ അങ്ങനെ, ഹിന്ദിക്കാരാണ് ബഹുത്ത് അച്ഛാന്നൊക്കെ പറയും. മലയാളത്തിൽ ഓ അല്ലെ, ആ ഓ തന്നെ എല്ലാം ഉണ്ട്. ആണോ? പിന്നെ ഒരു നോട്ടാണ് മരുമകള, ഇവിടെ അടുത്താ. അപ്പൊ എന്താണ് ആ ഓ നല്ല എന്റെ എത്ര വയസ്സറിയോ? 90 വയസ്സായിട്ടുള്ള മുത്തശ്ശൻ തന്റെ ചെറിയ മകന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴെന്താ പറയുന്നത് അറിയോ? വരമ്പിലൂടെ ഇങ്ങനെ പോവാ, മുത്തശ്ശൻ ഇങ്ങനെ കരയുന്നു. ചോദിച്ചു, എന്താ മുത്തശ്ശ ഇങ്ങനെ കരയുന്നത്? എല്ലാ ഉണ്ണി ഞാനിങ്ങനെ നിരീക്കുക. എന്നാ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നേ, നിന്റെ കാലശേഷം എന്റെ കയ്യാരാ പിടിക്കുക. ഇതേ ഒരു ഭാവത്തിലാണ് നമ്മൾ ഈ 90 വയസ്സായാലും ടിവിന്റെ റിമോട്ട് വിടാൻ പറ്റുന്നില്ല. ആ ഭഗവാനെ ഒന്ന് കാണാൻ ഈ ക്ഷേത്രത്തില് 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും വൃത്തമുണ്ട്, ഭഗവാനെ കാണാൻ പറ്റും. അതിനുശേഷം എന്താണ് ഇതൊക്കെയുണ്ട്. ഇത്രയും ഇതുണ്ടായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് എത്രയും വരാൻ പറ്റുന്നുള്ളൂ? എല്ലാവർക്കും എത്ര പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കൂ, എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പണ്ടൊക്കെയാണ് ധാരാളം കുട്ടികൾ ഈ ക്ഷേത്രത്തിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ അതിന്റെ എണ്ണവും ഇവിടെയും കുറയുന്നു. ആണോ അല്ലയോ? ഈ ക്ഷേത്രത്തിൽ പോലും ബാലന്മാരുടെ ഒരു നിര തന്നെ അങ്ങനെ ബാലികാബാലന്മാരുടെ ഗോവിന്ദാവിളിയിലെ അങ്ങേയറ്റം ആഹ്ലാദിച്ചവരാ. പക്ഷെ ഇന്ന് നിങ്ങളുടെ മക്കളെയൊക്കെ കൂട്ടാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പറയും വിളിച്ചാൽ വരുന്നില്ല. ശരിക്കും വിളിക്കേണ്ട പോലെ വിളിച്ചാൽ, കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവന്നാൽ അവരൊക്കെ വരും. കാരണം എന്തുകൊണ്ടാ? അവർക്ക് ഈ മൂല്യബോധം എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് കേരളത്തിലേക്ക് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഹൈടെക് ജയിലുകൾ ഏറ്റവും കൂടുതൽ വരുന്നു. ഹൈടെക് ആയിട്ടുള്ള വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതൽ വരികയാണ്. എന്തുകൊണ്ട്? അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മത്തിലേക്ക് ഓരോ ആൾക്കാരും ശ്രദ്ധിച്ച് അതൊക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ എവിടെ നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. എവിടെയാ ജനിച്ചേ? ഭാരതത്തിലെ ജനിച്ചു കഴിയുക എന്ന് പറയുന്നത് തന്നെ വിഷ്ണു പുരാണത്തിലെ ഗംഭീരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഗായന്തി ദേവാഖില ഗീതഗാനി. ഭാരതത്തിലെ ഈ ജനിച്ചു എന്നുള്ളത്
ദേവന്മാർ പാട്ടുപാടുകയാണ്. ഗായന്തി ദേവാകില ഗീതഗാനി ധന്യാസ്തുതേ ഭാരത ഭൂവിഭാഗേ. ഞങ്ങൾ എത്ര ധന്യന്മാരാണെന്ന് പറഞ്ഞത്. എങ്ങനെയാണെന്നറിയോ? ദേവന്മാർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ എന്താണ്? സുരത്വാദപി. എങ്ങനെ? സുഖങ്ങളും മോക്ഷങ്ങളും സ്വർഗാപവർഗ രണ്ടുമുണ്ട് ഇവിടെ. സ്വർഗവും അപവർഗവും ഉണ്ട്. സ്വർഗം എന്ന് വെച്ചാൽ എന്താണ്? സ്വർഗം എന്ന് വെച്ചാല് സുഖഭോഗങ്ങളുടെ ഏറ്റവും എന്താണ്? ലഭ്യതയാണ്, സുലഭ്യമായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ സുഖമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? അപവർഗം എന്ന് വെച്ചാൽ എന്താണ്? മോക്ഷമാണ്, അല്ലെങ്കിൽ നിശ്രേയസ്. ഈ നിശ്രേയസ്സും നമുക്കിവിടെ കിട്ടും. രണ്ടും. അപ്പോഴെന്താണ്? സ്വർഗവും ഉണ്ട് ഇവിടെ. സ്വർഗത്തിന്റെയും നിശ്രേയസിന്റെയും ഭൂമിയാണ് ഇത് ഭാരതം. ഈ ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചു എങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറയും, എവിടെയൊക്കെ ആധ്യാത്മികതയുടെ വേരുകൾ ഉണ്ടോ അത് അന്വേഷിച്ചു പോയാൽ അത് നിങ്ങൾ എത്തിച്ചേരുക ഭാരതത്തിലാണ്. ഈ ഭാരതം എന്ന് പറയുന്നത് ഭാവരാഗ ലയങ്ങളുടെ ഒരു വിശേഷണ ഭൂമിയാണ്. ഭരതന്റെ ജനനവുമായിട്ട് ഭാരതത്തെ പറയാം. എന്നാൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഭാരതത്തിന്റെ ബാ പാണനീയ ധാതുപാഠത്തിൽ പറയും ഭാ ദീപ്തൗ. എന്താണത്? പ്രകാശം. പ്രകാശത്തെ നമുക്ക് നൽകുന്നത് എന്താണ്? എവിടെയാ പ്രകാശമുള്ളത്? ഭാരതത്തിൽ എന്ത് ചെയ്യുന്നു? പ്രകാശമാണ്. ബാ ദീപ്തൗ. യാസ്ക മഹർഷി ആണെങ്കിൽ പറയും എന്താണ്? നിരുക്തത്തിൽ പറയും ദേവനാദ്വ. ദേവശബ്ദത്തെ പറയും ദീപനാദ്വ. പ്രകാശിപ്പിക്കുന്നത്, പ്രകാശിക്കുന്നത്. ഏതാ പ്രകാശിക്കുന്നേ? ചോദ്യമാണ്. സർവേഷാം ശോഭമാനാനാം ശോഭന തമാഹി വിദ്യ. സർവേഷാം ശോഭമാനാനാം ശോഭന തമാഹി വിദ്യ. ജ്യോതിഷാമഭി തജ്ജ്യോതി. പ്രകാശിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകാശം ഏതാണ്? ജ്ഞാനമാണ്. ജ്ഞാനപ്രകാശമാണ് ഇത്. അറിവാണ്. അറിവിനെ ആരാധിച്ച ഒരു ജനതയാണിത്. ആരെ? ആരെ? ഭാരതം. അറിവിൽ രമിച്ചവരാണ്. ഭായിൽ രതി പൂണ്ടവരാണ്. ഭായിൽ രഥം ചെയ്യുന്നത് അല്ലെ രഥിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? ഭാ എന്ന് പറയുന്നത് അറിവാണ്. എന്തറിവാ? കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചാല് അവരോട് ഒരു ഉത്തരം പറയാം. വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കഥാചന. സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ. നോക്കൂ, ഈ അറിവ് എന്തിനാ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെ ഒരു രാജ്യത്ത്, ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പേ ഞാൻ പിണറായി വിജയനും നമ്മുടെ മുഖ്യമന്ത്രി മോഹൻലാലുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 24. അതിന് കുറച്ച് സമയം വേണം. അപ്പോ ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിലയുള്ളത് കേരളത്തിൽ മാത്രമായിരിക്കും. കാരണം എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ നേരെ കർണാടകത്തിൽ പോയി ഇത്ര വിലയൊന്നും കിട്ടില്ല. എന്നാൽ ഒരറിവുള്ള ജ്ഞാനിക്ക് ലോകത്ത് എവിടെ പോയാലും എന്താണ്? അവനെ വിദ്വാൻ സർവത്ര പൂജ്യത. എന്തിനു നമ്മൾ അറിവുണ്ടാക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ്. എല്ലാ സ്ഥലത്തും എന്താണ്? നമുക്ക് അറിവ്. അപ്പൊ അറിവിനെ ഭാരതം എന്ന് എന്താണ്? എപ്പോഴും അറിവിനെയാണ് ആരാധിച്ചത്. തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജനവിഭാഗമാണ് ഇത് ഭാരതം. ഇത്രമാത്രം വിശേഷമായിട്ടുള്ള രീതി എവിടെയുള്ളത്? ലോകത്ത് എവിടെ പോയി നോക്കിയാലും ഇത്രയും ഭാഷകളൊന്നും കാണാൻ പറ്റില്ല. ഇത്രയും മതങ്ങൾ ഉണ്ടാവും. ഒരു 5 ഭാഷയിൽ കൂടുതലൊന്നും എല്ലാ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. എന്നാൽ ഭാരതത്തിലെ ഏകദേശം 1618 ഭാഷകളുണ്ട്. 64ഓളം ആഘോഷങ്ങളുണ്ട്.
കേരളത്തെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ വസ്ത്രധാരണം തീർത്തും മറ്റുള്ള സംസ്ഥാനത്തിനേക്കാളും വ്യത്യസ്തമാണ്. നാനാത്വത്തിൽ ശരിക്കും ഏകത്വമുള്ള ഒരു സ്ഥലം. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ ഋഷി പരമ്പരയാണ്. ഋഷി പരമ്പരകൾ എന്ത് ചെയ്യുന്നു? ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാലിനുള്ളടിക്കല്ല് പാത്തു കണ്ടറിഞ്ഞവർ, ഭോഗൈക നിഷ്പ്രഹർ, പരിത്യാഗൈക ദ്രവിണന്മാർ. നമ്മുടെ ഈ ഋഷി സങ്കല്പം, ഋഷി എന്ന് പറയുന്നത് തന്നെ മുൻകൂട്ടി കണ്ടവർ, മന്ത്രദ്രഷ്ടാക്കളാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഈ എന്താണ്? അറിവിനെ ആരാധിക്കുക. അതുകൊണ്ടല്ലോ നമുക്ക് സരസ്വതി ദേവി ഉണ്ടല്ലോ, ആണോ അല്ലയോ? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നോക്കൂ, നമ്മൾ എപ്പോഴും അറിവിനെ ആരാധിച്ചത്. ഭാരതത്തിൽ എന്താണ്? ഈ ഏത് പ്രകാശമാണ് നമുക്കുള്ളത്? ഏത് പ്രകാശമായിരിക്കണം? അറിവിലൂന്നിയ എന്താണ്? അഭിനമിക്കുന്നവരാണ് ആര്? നമ്മളൊക്കെ. അറിവിനെ എപ്പോഴും എന്താണ്? പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ എന്തിലാണ്? ഇപ്പോഴാണെങ്കിൽ ക്ലാസ്സിലൊക്കെ പോയാൽ നിറയെ കടലാസും അതും ഇതും പുസ്തകത്തിന്റെ മുകളിലൊക്കെ ചവിട്ടിയിലൊക്കെ നിൽക്കുക. പക്ഷെ പണ്ടങ്ങനെ ആണോ? നിങ്ങൾക്ക് ആർക്കും ഇവിടെ കടലാസ് ചവിട്ടിയാൽ അത് 2ാം ക്ലാസ്സിലേ പോയിട്ടുണ്ടാവും. എന്നാലും അതിനെന്ത് ചെയ്യാൻ പറ്റുമോ? മാറ്റിവെക്കാൻ പറ്റുമോ? എത്ര പഴയ പുസ്തകമാണെങ്കിലും അതിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? എന്തുകൊണ്ട്? നമ്മുടെ ഭഗവാനാണ്. നമ്മൾ എന്തിനെ ഏറ്റവും കൂടുതൽ ആദരിച്ചത്? എന്തിനെ ആദരിച്ചു? അറിവിനെയാണ്. അപ്പോ ഈ അറിവിൽ ആരാധിക്കുന്ന നമ്മള് ദേവന്മാര് പോലും ഈ ഭാരതത്തിൽ ഈ ജനിക്കാൻ സാധിച്ചവർ നോക്കിയിടുന്നു. പറയുക, അയ്യോ ഗായന്തി ദേവാഗില ഗീതഗാനം. ഇതൊരു ഭാഗ്യമാണ്. നോക്കും, ഇവിടെ ജനിക്കാൻ സാധിച്ചത്. ഈ ഭൂമിയിലെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു വിശിഷ്ട ഭൂമിയാണ്. എന്തുകൊണ്ടാണ് ഭൂമി ഭാരതത്തിൽ ഇത്രമാത്രം വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് യാത്ര ചെയ്യണം. ഒന്ന് ഹിമാലയത്തിലോ നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധിയിലേക്ക് എത്തുമ്പോഴൊക്കെ എന്താണ്? നമുക്കൊരു വലിയൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് അറിയോ? അതിന് കെട്ടിടം കൊണ്ടല്ല. ശങ്കരാചാര്യ ഭൂജാതനായിട്ടുള്ള ആ പിറവത്തെ ആ മഠത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴേക്കും അവിടെ ഒന്ന് എന്താണ് ഒരിക്കലും കെടാത്ത ആ ഒരു വിളക്ക് അവിടെ വെച്ചത്. അതിനകത്ത് പോയിട്ട് നിങ്ങൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കും. വെറുതെ കണ്ണടച്ചിരുന്നാൽ നമുക്ക് ആ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ വീണ്ടും പോകുന്നത്? എന്തുകൊണ്ട് പോകുന്നത്? അവിടെ എന്തുണ്ട്? ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഋഷി പരമ്പരയുടെ ആ താന്ത്രിക ശക്തി ഉണ്ടത്. നോക്കൂ, അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തിൽ ജനിക്കാൻ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള, ഹിമാലയത്തെക്കാൾ വളരെ മനോഹരമായിട്ടുള്ള എന്തുണ്ട്? മറ്റ് പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും എന്തില്ല? ഏതിന്റെ കുറവുള്ളത്? നമ്മുടെ ഋഷിമാരുടെ സങ്കല്പവും ശക്തിയും തപസ്സിന്റെ ശക്തിയും ഈ ഭാരതത്തിൽ വേണ്ടുപോലുണ്ട്. നോക്കൂ, അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവഹാര തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ്? വിദ്യാരണ്യ സ്വാമികള് പഞ്ചദശി എന്ന് പറയുന്ന കൃതിയില് ഇങ്ങനെ പറയും: ധന്യോഹം ധന്യോഹം ധന്യോ ധന്യ പുനഃ പുനഃ. ധന്യോ ധന്യം, ധന്യോഹം ധന്യോഹം. വളരെ വലിയ എന്താണ്? ഇവിടെ ഈ ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു നിറഞ്ഞു നിൽക്കുക. എങ്ങനെ ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്? ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിച്ചു എന്ന് പറയാം. എങ്ങനെയാ മനുഷ്യനായിട്ട് ജനിക്കുക എന്നതാണ്? മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിച്ചു ഇത്രയാണോ നമുക്ക് ചിലപ്പോൾ തോന്നും. ആണോ? ഒരിക്കലും നാരദ ഭഗവാനെ ഒരു സംശയം അങ്ങനെ കേട്ടോ. എന്താണ്? മഹാപുരുഷ സംസർഗത്തിലൂടെയാണ് നമ്മളിങ്ങനെ വളരുന്നത്. മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംസർഗം. നാരദ ഭഗവാൻ എന്താ ഈ മഹാപുരുഷ സംസർഗം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം ചെയ്തു. അത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്ത് ചെയ്യാം?
ഒരു 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 പുഴുണ്ട് അവിടെ. എവിടാ? നിങ്ങള് വൃന്ദാവനത്തിലേക്ക് ഇങ്ങനെ പോയി നോക്കിക്കൊള്ളുന്നു. അപ്പൊ നാരദൻ അവിടെ പോകുമ്പോഴേക്കും ഈ പുഴു പെട്ടെന്ന് നാരദനെ കണ്ടപ്പോഴത്തേന് എന്താണ് ഇല്ലാതെ. ഒരു പശുക്കുട്ടി നിങ്ങള് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണും എന്ന് പറഞ്ഞ പശുക്കുട്ടിയെ കാണുമ്പോഴേ പശുക്കുട്ടി എന്തായി? അത് പെട്ടെന്ന് നാരദനെ കണ്ടപ്പോൾ ചത്തുപോയി. നാരദനാണെങ്കിൽ ഇത്രമാത്രം വിഷമം. നിങ്ങളൊരു സാധനത്തിനെ കാണാൻ പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്തായിരിക്കും അവസ്ഥ? വിഷമാവുമല്ലോ. അപ്പൊ നമ്മൾ പറയാം നമ്മുടെ കണ്ണ് മോശം കേട്ടോ, എന്നെ നോക്കിയാൽ ഞാൻ അപ്പൊ തന്നെ തരും. അങ്ങനെയാണോ പറയാ? അങ്ങനെയാണോ പറയാ? അങ്ങനെ പറയില്ല നമ്മൾ. നമുക്ക് ആകെ വിഷമമുണ്ട്. എന്നാലേ പിന്നെ പറഞ്ഞു, ഒരു കുട്ടി കാശി രാജ്യത്ത് ഒരു രാജകുമാരൻ ജനിച്ചിട്ടുണ്ട്. അതിനെ കാണാൻ തോന്നും. മഹർഷി അതിനെ കാണാൻ വേണ്ടി പോയെങ്കിലും അതിനെ നോക്കാനുള്ള ധൈര്യം. കാരണം എന്താ? ഇതിനെന്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ട്. ആ പെട്ടെന്ന് ആ കുട്ടി നാരദ മഹർഷിയോട് സംസാരിക്കുക. ഹേ മഹർഷിയെ, ഞാനൊരു പുഴുവായിട്ട് ജനിച്ചത് ഞാൻ ഇപ്പോഴാരാ? ഒരു രാജകുമാരനായിട്ട് ഞാൻ വന്നു. ഞാൻ വീണ്ടും ഒരു പശുക്കുട്ടിയായി ജനിച്ചു. അങ്ങയുടെ സംസർഗം കൊണ്ടെന്താണ് എനിക്ക് രാജകുമാരനാവുകയും അപ്പൊ തന്നെ ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന് പറയാം. നോക്കൂ, നമ്മളെ വീട്ടിൽ ചില ആള് വന്നാൽ എന്താ ഉണ്ടാവുക? എന്താ ചെയ്യും? ചില ആള് പോകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക, ചില ആൾ വന്നാലാ സമാധാനം ഉണ്ടാവും. ആണോ അല്ലേ? ഇത് അവരുടെ ഒരു രീതി പോലെ ഉണ്ടാവും. നമുക്ക് ചില ആൾ നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ചില ആൾ പോകുമ്പോഴെന്താണ് വലിയ ആശ. ചില ആൾക്കാർ പോകുമ്പോൾ ചില ആളിങ്ങനെ തുണി പിഴിഞ്ഞ പോലെ ഉണ്ടാവും. ഇല്ലാത്ത ലോകത്തില്ലാത്ത കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ടാണ് പറയാനായി വരുന്നത്. നീ പോലെ പോലെ കേൾക്ക്, അവിടെ നിൽക്ക്, ഇവിടെ ഇരിക്കുന്ന ആരുമല്ലേ? അങ്ങനത്തെ ആൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര അമ്പലത്തിൽ പോയി എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളടുത്ത് മറ്റുള്ളവർ വരുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, ഭഗവാന്റെ നാമൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ, നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതേപോലെ നമ്മളെ ഉള്ളിൽ കുനിഷ്ടും കൂനായ്മയും പരദൂഷണം ഒക്കെ ഇങ്ങനെ 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 പറയുവാണ് എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ പോലും അറിയാതെ ചെയ്യും ഈ ആൾക്കാരിലേക്കത് നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് ഇറിറ്റേഷൻ. നമ്മുടെ അടുത്തിരിക്കുന്നവർ കുറച്ചും കൂടി അടുത്തിരിക്കും. എങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഭാവനയൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ ഭഗവാനെ ഓരോ ചവിട്ടുമ്പോഴും ഇതെൻ്റെ ഭഗവാനോട് ഒരു സമർപ്പണ ഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പുറമേയുള്ള സൗന്ദര്യത്തെക്കാളും അകമേയുള്ള ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ധന്യോഹം ധന്യോഹം ധന്യോ ധന്യ പുനഃപുന ഞാൻ നിറഞ്ഞിരിക്കുക. ഓരോ ദിവസവും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ എഴുന്നേറ്റ് കണ്ണിങ്ങനെ കിടന്ന കണ്ണുകള് തലേന്ന് കിടന്നതാണ്. നമ്മുടെ വിചാരം നമ്മൾ ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഉണരുന്നതൊക്കെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ്, ഒരു നീണ്ട ഉറക്കമാണ് മരണം. ഇന്ന് എത്രയോ ആൾക്കാർ ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ തലേന്ന് കിടന്നിട്ട് പിറ്റത്തെ ദിവസം എണീക്കുന്നില്ല. പോയി നോക്കുമ്പോഴേ തീർന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്ത് ഓരോ ദിവസവും സംഭവിക്കുന്നു. എന്നാൽ നമ്മൾ ഉണരുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇരുന്നിട്ട് കൈകൾ നോക്കിയിട്ട് ഭഗവാനെ കാണുക. ഭഗവാനോട് എന്ത് ചെയ്യുന്നു? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ. ഗോവിന്ദ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ നമുക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഈ ഭഗവാനെ കാണാം. പ്രഭാതേ കരദർശനം എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ മുഴുവനായിട്ടും നമ്മളെ കൈകളിലേക്ക് വരാം. ദീർഘങ്ങളാം കരങ്ങൾ നൽകി എത്രേ എന്തിനു വേണ്ടിയിട്ടാ? നല്ലത് പ്രവർത്തിക്കാനാ, നല്ലത് കൊടുക്കാനാണ്, നല്ല കാര്യങ്ങളേക്ക് കഴിച്ചുകൊണ്ടാണ്. നമ്മൾ ആ ഓരോ പ്രഭാതം ഇങ്ങനെ പൊട്ടി വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഒരു കുട്ടിയുടെ ജനനവുമായിട്ട് നമുക്കൊരു സൂര്യോദയം കാണാൻ പറ്റും. ഒരമ്മയുടെ ഉള്ളിൽ നിന്നും ഒരു കുട്ടി പൊട്ടി പുറപ്പെടുന്ന പോലെ എന്ത് ചെയ്യുന്നു? ആ
ആ കിളികളും കാര്യങ്ങളൊക്കെ ആയി ആ സൂര്യഭഗവാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പതിയെ പതിയെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വന്ന് നമ്മൾക്കെല്ലാം അനുഗ്രഹം നൽകാം. ഹേ ഭഗവാനെ, എനിക്കൊരു നാളെ മുതൽ അങ്ങനെയായിരിക്കണം നമ്മൾ എഴുന്നേക്കുന്നത്. അല്ലാതെ ചില ആൾക്കാരിങ്ങനെ കുയന്റെ അപ്പ എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് എവിടെയോ ഉണ്ടോ, ഇത്രയും സമയമായി പറഞ്ഞിട്ട് 7:30 ഇതെല്ലാം നമ്മുടെ രീതി. ഒരു എഴുന്നേക്കുന്നതിനൊരു താളം, പ്രത്യേകിച്ചിട്ട് കുട്ടികളെയൊക്കെ ആധ്യാത്മിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരേ ഒരു ജനത അത് ഹൈന്ദവ ജനതയായി മാറുന്നുണ്ടോ എന്നുള്ള സംശയം. നമ്മൾ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താ ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാവിലെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ മോനെ നീ എന്ത് ചെയ്യണം? ഒന്ന് സാവധാനത്തിൽ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ഭഗവാനെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് ആ ഭൂമി ദേവിയെ പാദസ്പർശം ക്ഷമസ്വമേ, എൻ്റെ പാദസ്പർശം, എൻ്റെ ഭൂമാതാവേ, എൻ്റെ അമ്മേ ക്ഷമിക്കണേ, എന്നെ എന്തെങ്കിലും തെറ്റണേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മേനെ കാലൊന്നും പിടിക്കണ്ട. അഥവാ അതൊക്കെയാണ് നമ്മുടെ രീതി. പക്ഷെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മയുടെ അച്ഛൻ്റെ കാലം അല്ലെ ഏതെങ്കിലും കാലൊക്കെ കാണുന്നത് കല്യാണ വീഡിയോഗ്രാഫർ മാത്രമാണ് എന്നല്ലയോ. വീഡിയോഗ്രാഫർ പറയുമ്പോൾ ഇങ്ങനെ വെക്കുക, ആയിട്ടില്ല പറയുമ്പോൾ വീണ്ടും വെക്കുക. ഒരു മരത്തെ തൊട്ട് തലയിൽ വെക്കുന്ന പോലെയുള്ളൂ. ഭക്തിയോ ഭാവമൊന്നുമില്ല. എന്നാൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചും കൂടി അതൊക്കെ കാണാൻ പറ്റും. വേഗം വന്ന് അവർ നോക്കൂ. നമ്മളൊരു ഒരു 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 ഗുരുവിനെ കണ്ടാൽ അങ്ങോട്ട് പറയുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കാണിക്കുന്നതാണെന്നുള്ളത് മക്കളെ കാണൂ, അനുസരിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അവരെന്ത് ചെയ്യുന്നു? അനുകരിക്കും. നമ്മളുടെ എന്താ ആവശ്യമാണ്? ഈ ഭഗവാനോട് ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹേ ഭഗവാനെ, എനിക്ക് ഒരു ദിവസം കൂടി കിട്ടിയല്ലോ. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആഹാര നിദ്ര ഭയമൈതുരം ച സാമാന്യമേത പശുഭിർ നരാണ ധർമ്മോ ഹി ദേശാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭി സമാന. ഇല്ലെങ്കിൽ എന്താണ്? പശുവിന് സമമാണ്, മൃഗങ്ങൾക്ക് തുല്യമാണ്. മൃഗങ്ങൾ എങ്ങനെയാ വരുന്നത്? തിരിയക്കുകൾ എന്ന് പറയും. അതിന്റെ എവിടെയാ? അതിന്റെ ഉടലും തലയും ഒക്കെ ഒരേ നിലക്ക ഉണ്ടാവുക മൃഗങ്ങൾക്ക്. എന്നാൽ മനുഷ്യനെ നോക്കൂ, നിവർന്ന മേഘം, മെന്തുന്ന നാവ്, അവന്റെ തലയാണ്, ശിരസാണ് മുകളില്. അവന്റെ ചിന്തകൾക്കാണ് പ്രാധാന്യം, അവന്റെ വയറിനല്ല. മറ്റുള്ളതിന്റെ വയറിനും ചിന്തക്കെല്ലാം ഒരേപോലെയാ. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? ചിന്താശേഷിയുള്ളവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനു അവബോധനേ എന്നാണ്. മറ്റുള്ളതിനൊക്കെ എന്താ ആവശ്യം? 4 കാര്യങ്ങളെ ഉള്ളൂ. പൊതുവിൽ പറഞ്ഞാൽ എന്തൊക്കെ വേണം? വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിക്കണം. എന്ത് ചെയ്യണം? മറ്റുള്ള ജീവികളെ അതിനേക്കാളും അതിന്റെ ശത്രുജീവികളെ ഭയമുണ്ട്, കുറച്ച് വിശ്രമിക്കണം. പിന്നെ എന്ത് ചെയ്യണം? തന്റെ പോലത്തെ തന്റെ കുട്ടികളെ ഉണ്ടാക്കണം. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ്? ഇത് മാത്രം ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യന്മാർ. ആണോ? ചിന്തിക്കണം നമ്മൾ. എന്നാൽ മനുഷ്യന് മാത്രമുള്ളതാണ് ഏത്? ചിന്താശേഷി. ഏത് ചിന്താശേഷി? ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പശു അന്നും പശു തന്നെയാണ്. ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ? പശു ആ പുല്ലല്ലേ തന്നെ, അല്ലാണ്ട് വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ എന്താ? ഈ മൈക്ക് കണ്ടുപിടിക്കുക എന്താണ്? വളരെ കുറച്ച് സംസാരിച്ചാലും നമുക്ക് ദൂരെ കേൾക്കാൻ സാധിക്കും. കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് ചിന്തിക്കാനുള്ള ശേഷി ആർക്കേ ഉള്ളൂ? ഞാൻ ആര്? ഈ ശരീരം എന്ത്? എന്റെ നിലനിൽപ്പ് എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ശേഷി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അറിവുകളും എന്താണ്? ആത്മീയമാണ്. അറിവ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ അറിവുകൾ പ്രത്യേകം ഉണ്ടാവില്ല. സൂക്ഷ്മതലത്തിലേക്ക് നോക്കിയാൽ എല്ലാത്തിൻ്റെയും ഉണ്മ എന്താണ്? ആ ഈശ്വരനാണ്, ആ ഭഗവാനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ
ഈ ഭഗവാൻ നമ്മൾക്ക് ഈ ഉണർന്ന് ഈ ശരീരത്തെ ഇങ്ങനെ തരുമ്പോൾ, പക്ഷെ നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? കുഞ്ഞുണ്ണി മാഷൊരു ഒരു കവിതയുണ്ട്, കുഞ്ഞുണ്ണി മാഷിന്, പറ്റുവാണെങ്കിൽ എല്ലാവരും ഓർക്കണേ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ചക്കടമടലും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കക്കൂനും ചമ്മന്തിക്ക് വൈ ഒന്നും കൊള്ളിൽ എന്തൊരു ദുരിതം, ഇത് എന്തൊരു ലോകം. നമ്മളെ കേരളക്കാർ പ്രത്യേകിച്ചിട്ട് ഓർമ്മിക്കേണ്ട ഒരു സംഭവമായിരുന്നു. ചക്കയെ നോക്കിയിട്ട് പറയാം, ഈ ചക്കട മടല്, ചക്കച്ചുള, ചക്കക്കുരു, ചക്കക്കൂഞ്ഞ്, ഇതൊന്നും ചമ്മന്തിക്ക് ചേരൂല. എന്ത് ലോകാണ്, എന്ത് നാണിത്. 30 കൊല്ലായിട്ട് അങ്ങനെ പോറ്റുന്ന ആളോട് നമ്മളെന്താ പറയാ? എന്തെങ്കിലും ഒരു കാര്യം തെറ്റി നമ്മളെന്താ പറയാ? എന്നെ എന്തിന്, അല്ലേ? ആണല്ലേ? അത്ര പേരെയും ചെയ്തു തന്നില്ല. ഒരു നന്ദി കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത്രയും വളർത്തി പോറ്റി വളർത്തി വലുതാക്കി ജോലി ഉണ്ടാക്കി ഇത്രയും വീടും കാര്യങ്ങളും എല്ലാം പണയം വെച്ച് കൊടുത്ത് ജോലി കാര്യമാക്കിയാൽ അവസാനം ഗൾഫിലേക്ക് അയച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ പിന്നെ മക്കളെ നോക്കുന്ന തിരിഞ്ഞു നോക്കുന്ന മക്കളെ എത്ര പേരില്ലാത്തവരുണ്ട്? നോക്കൂ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അതിരുടെ അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലത്തിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? തന്റെ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങള് തെറ്റിപ്പിരിയുന്നത്. ആണോ അല്ലേ? എത്രയോ കാലം അത്രമാത്രം ആത്മാർത്ഥമായി നിന്ന പാർട്ട്നേഴ്സ് ആണ് എന്തുള്ളത്? വളരെ നിസ്സാരമായിട്ടുള്ള എന്തോ വേറെ ഒരു കാര്യത്തിന് വേണ്ടതേനെ അവരുമായിട്ട് വഴക്കിടുന്നത്. നന്ദി എന്ന് പറയുന്നതേനോ കുറഞ്ഞു വരുന്ന സ്ഥലത്താണ്. മക്കൾക്ക് പോലും അമ്മമാരോടോ അച്ഛന്മാരോടുള്ള നന്ദി കുറയും. ടീച്ചേഴ്സിനോട് കുട്ടികൾക്കൊരു ഭാവം എന്ന് വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നന്ദി ഒന്ന് പറയാൻ പോലും ഒരു നന്ദി പറയാനുള്ള വാക്ക് പോലും നമുക്ക് ഇത് എത്രയോ നമ്മൾ ഉപകാരം ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു താങ്ക്സ് പറയാൻ ഏറ്റവും മടിക്കുന്ന ആൾക്കാരായിട്ട് കേരളക്കാർ മാറും. എന്തുകൊണ്ട്? ഈ ഹൃദയത്തിൽ ഈ നന്ദി എന്ന് പറയുന്നതൊക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത്. നന്ദി ആർക്കുണ്ടോ അവരൊരിക്കലും എന്താ ആവശ്യമില്ല, തളരേണ്ടി വരില്ല. അതുകൊണ്ട് നമ്മൾ നന്ദി പറയണം. ആരോട് ആദ്യം നന്ദി പറയേണ്ടത്? നമ്മുടെ സ്വന്തം അമ്മയോട്. നമ്മുടെ ഏറ്റവും ഗുരു ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. മാതൃപഞ്ചകം എന്നുള്ള കൃതി ഒരു തവണ വായിച്ച ഒരാള് ഒരിക്കലും തന്റെ അമ്മയെ തള്ളിപ്പറയില്ല, ഗ്യാരണ്ടി. കാരണം തന്റെ അമ്മ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഈ 9 മാസം കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് അത് ഒരിക്കലും കടമിടാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഈ പാലിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഈ അമ്മിഞ്ഞ പാലിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഥകളും നമ്മുടെ ശാസ്ത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ എന്ത് ചെയ്യണം? കഥകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. വലിയ മരായതിനു ശേഷം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഏത് സമയത്താണോ കൊടുക്കേണ്ടത്. ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് വീട്ടിൽ പറയരുത്. ഇന്നലെ ആ പ്രിൻസിപ്പൾ എന്നോട് പറയാം, ഇപ്പൊ കുട്ടികൾ എന്താ അനുസരിക്കാത്ത വെച്ചാൽ സാറേ വീട്ടിലൊക്കെ ഈ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഇതായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇവര് കുറെ പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരു ബഹുമാനത്തോടു കൂടി എല്ലാം സംസാരിക്കുന്നത്. നോക്കൂ, അത് നമ്മുടെ ഗുരുസങ്കല്പത്തെ കുറിച്ചിട്ട് അറിയാത്തതാണ്. തന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആചാര്യദേവോ ഭവ, മാതൃദേവോ ഭവ എന്ന് പറയുന്നത് പിതൃദേവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യദേവോ ഭവ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. നോക്കൂ, ഈ ചക്കക്ക് എന്തൊക്കെ പ്രാധാന്യമുണ്ട്. ചക്ക ഇന്നിപ്പോ ഏതും ചക്ക ഉപയോഗിക്കുന്നു അല്ലെ. പക്ഷെ നമ്മളെന്താ അവിടെ പറഞ്ഞത്? ചമ്മന്തിക്ക് കൊള്ളൂല, അവർക്ക് എന്ത് ചെയ്യുന്നു? അതിനെ ഒഴിവാക്കുക. ഇതാണോ നമ്മുടെ രീതി? ഇതാണെങ്കിൽ എന്തില്ല, ജീവിതം ധന്യമാകില്ല. ജീവിതം ധന്യമാകണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നന്ദി ആവശ്യം ഉള്ളതിലേ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഒരു ദുഃഖം ഒഴിവാക്കാൻ ഒറ്റ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറയാം. ഏറ്റവും എല്ലാവർക്കും വിഷമങ്ങളുണ്ടോ? ഇവിടെ വിഷമങ്ങളില്ലാത്ത ആരുണ്ടോ? പക്ഷെ നമ്മളൊക്കെ ആവശ്യം എന്താണ്? എല്ലാവർക്കും എന്താ ആവശ്യം? സുഖം സുഖം.
ക്ഷോണീയഭദ്രമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. സുഖായ നമുക്കെല്ലാം വേണ്ടത് സർവപ്രവർത്തനം. നമ്മളെല്ലാം ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ശരിക്കും സുഖം കിട്ടുന്നുണ്ടോ? പക്ഷേ സുഖം നമുക്ക് കിട്ടും. ഏതിലാ കിട്ടുക? ഏതില് കിട്ടും? ഒരു സമർപ്പണ ഭാവത്തിൽ കിട്ടും. സുഖം ഉണ്ടാവാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാവാൻ ഒരു കാര്യം പറയാം. എന്താ അറിയോ? ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവ ഉപേക്ഷണീയം. ഇതെല്ലാവരും നമ്മൾ ഹൃദയത്തിൽ ചേർത്തിട്ട് അങ്ങനെ മനസ്സിൽ വെക്കുക. ഈ പ്രഭാഷണത്തിൽ നിങ്ങൾ ഈ ഒറ്റ ഒരു കാര്യം കേട്ടിട്ട് പോകണം. ഒറ്റ ഒരു പോയിന്റ്. ആയാതം അപേക്ഷണീയം. ഉള്ളതിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഗതം ഗതം സർവ ഉപേക്ഷണീയം. ഒരു കണ്ണ് കാണുന്നുണ്ട്, നമ്മൾ എന്ത് പറയണം? എന്റെ ഭഗവാനെ ഒരു കണ്ണെന്നും കാണുന്നുണ്ടല്ലോ, ഒരു കരളില്ല, എന്നാലും എന്ത് ചെയ്യാം? ഒന്നുണ്ടല്ലോ. ഉള്ളതിൽ എന്ത് ചെയ്യണം? ഉള്ളത് എന്താണോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ പക്ഷേ പഠിക്കുന്നത് അത് നമ്മൾ എന്തേ നോക്കുള്ളൂ? ഈ അര ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ എന്തേ കാണുള്ളൂ? എന്തേ പറയുള്ളൂ? എന്നാലും അര ഗ്ലാസ് അല്ലേ തന്നിനി? ആണോ അല്ലയോ? അര ഗ്ലാസ് എന്ന് പറയുന്നത് അര ഗ്ലാസുകൾ കിട്ടിയല്ലോ ഭഗവാനെ എന്ന് നമ്മൾ പറയാറുണ്ടോ? ഈ ഇത്രയും വയസ്സ് വരെ ജീവിച്ചിട്ട് ഇത്രയും വയസ്സ് വരെ ജീവിക്കാൻ സാധിച്ചല്ലോ. ആ ഉണ്ണിക്കടലെന്ന് കാണാൻ പറ്റിയല്ലോ. ഈ ഭഗവാനെ എനിക്ക് ഇത്രയും സാധിക്കുന്നുണ്ടല്ലോ വരാൻ. എത്രയോ ആൾക്കാർ ഒരേ കടത്തിലാണ്. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ചിട്ട് എഴുന്നേറ്റൊന്ന് ഇരിക്കാൻ സാധിക്കാതെ അവരുടെ ജീവിത മോഹമാണ്. നമ്മളെന്താ പറയുന്നത്? എത്ര കാലം ഇങ്ങനെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ പോലും അവർ വർത്താനം പറഞ്ഞൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പൊലമ്പാണ്, ഇങ്ങനെ ദേഷ്യം കൊണ്ടൊക്കെ. വയസ്സായിട്ടുള്ള ആൾക്കാർ പോലും എന്തൊരു ദേഷ്യം എന്ന് പറയും. അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ ദൂരെ എവിടെയോ ഉള്ള മോളോട് ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയും. ആരെ കുറിച്ചിട്ട്? ഈ വീട്ടിൽ നോക്കുന്ന മോന്റെ ഭാര്യയോട്. ഈ മോന്റെ ഭാര്യ എണീച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എവിടെയോ ഉള്ള മോളോട് പോയിട്ട് കുറ്റം പറയും. ഇത് നിർത്തണം. ആ മോളെ കാണുമ്പോ ആ മോന്റെ മോളാണെങ്കിലും എന്ത് ചെയ്യാം? അത് മരുമോളല്ല, സ്വന്തം മോളെക്കാളും എന്താണ് ഏറ്റവും മോളെ കാണുമ്പോൾ ആദ്യം തൊഴണം. ഇവിടെ കുറെ വയസ്സായിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞു, നീ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു വെള്ളം കിട്ടുന്ന മോളെ, കാപ്പിയാനൊക്കെ പാല് നീ കുടിച്ചോ, എന്നാലും കട്ടൻ കാപ്പി തരുന്നുണ്ട്. ഉള്ളതിൽ എന്ത് ചെയ്യണം? ഒരു റൂമുണ്ടല്ലോ കിടക്കാൻ. ആ റൂമിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? ഈ റൂമേ ഇല്ലാതെ നിലത്ത് കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നടക്കണം. റോഡ് സൈഡിലൊക്കെ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? ചാക്ക് വിരിച്ച് കിടക്കുന്ന എത്രയോ ആൾക്കാരെ കാണാം. ഒരു നേരത്തെ ഭക്ഷണം സ്വന്തമായിട്ടില്ലാതെ ആൾക്കാരെ കൊണ്ടു കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കണം. ഉള്ളതിൽ സന്തോഷിച്ചിട്ട് ഇനി അത് കുറെ ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ നിർബന്ധമായിട്ട്. പക്ഷേ പോയതിനെ കുറിച്ചിട്ട് എന്താണ്? ഗതം ഗതം സർവ ഉപേക്ഷണി. പോയതിനെ നമ്മൾ വീണ്ടും ഇതാവാതെ, ഈ എത്രയോ വർഷം മുമ്പ് പോയ ആളാണ്, അയാളെ കുറിച്ചിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല? വിടുന്നില്ല. ദുഃഖം ദുഃഖിച്ച് ഇങ്ങനെ സന്തോഷിക്കാനേ പറ്റാത്ത ആൾക്കാരാണ്. എത്രയോ വർഷം മുമ്പ് എത്രയോ കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്ക് ഇന്ന് ഈ ആയുസ് കിട്ടിയല്ലോ. ഭഗവാന്റെ കാരുണ്യത്തിൽ എന്ത് ചെയ്യുന്നു? എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് എത്ര കാലം ഭഗവാനെ തൊഴാൻ പറ്റുമോ ഞാൻ എന്ത് ചെയ്യും? തൊഴും. ഭഗവാന്റെ കാരുണ്യത്തിൽ എന്ത് ചെയ്യുന്നു? യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ആ ഭഗവാന്റെ കാരുണ്യത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നു? മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ഭഗവാൻ എന്ത് ചെയ്യുന്നു? മൂകനെ വാചാലനാക്കുന്നതാരാ? ഭഗവാനെ പിടിച്ചാൽ ബാക്കിയെല്ലാം വരുന്നവർ. എന്നാൽ കഠോപനിഷത്തിലെ 119 മന്ത്രങ്ങളുള്ള കഠോപനിഷത്തിലെ 2 വല്ലികളായിട്ട് 3 അധ്യായങ്ങളിലൂടെ ഒരു
നചികേതസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, ഒരു 8 വയസ്സായിട്ടുള്ള ബാലൻ, എന്ന ചിനോദി എന്ന കേനയതി, ഒന്നും സ്വന്തമാക്കിയിട്ട് വെക്കാതെ ബാലൻ തന്റെ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് യമപുരിയിലെത്തിയിട്ട് അവിടെ യമധർമ്മനുമായിട്ടുള്ള ഒരു സംവാദം. നിർബന്ധമായിട്ടും ഒരു കഥ ഉപനിഷത്ത് എന്നൊക്കെ പറയും. നമുക്ക് 108 ഉപനിഷത്തിനെയാണ് ശ്രീരാമദേവൻ ഹനുമാനോട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്നത്. ഋഗ്വേദത്തിലെ 10, കൃഷ്ണ യജുർവേദത്തിലെ 19, ശുക്ല യജുർവേദത്തിലെ 32, സാമവേദത്തിലെ 16, അഥർവവേദത്തിൽ 31, ഇങ്ങനെ 108 ഉപനിഷത്തിലാണ് നമുക്ക് എന്തുള്ളത്. അതിലേറ്റവും ശങ്കരാചാര്യൻ എന്ത് ചെയ്യുന്നു ഈശം, കന, കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, തൈത്തരീയം, ശ്വേതാസനം, ഇങ്ങനെ ബൃഹദാരണ്യകം എന്ന് പറയുന്ന 10 ഉപനിഷത്തിന്, ദശോപനിഷത്തിനെ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അവിടെ കേനോപനിഷത്തില് ഒരു വളരെ പ്രസക്തമായിട്ടൊരു വാക്കുണ്ട്. ഞാൻ വിത്തേന തർപ്പണിയോ മനുഷ്യ. വിത്തേന, പണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, അവനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റില്ല. പക്ഷെ അവനെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവനെന്ത് ചെയ്യണം, അവൻ ഉള്ളതിൽ എന്ത് ചെയ്യട്ടെ, ആ കാണണം. കാണാനുള്ള ആ കണ്ണ് നമുക്ക് ഉണ്ടോ എങ്കിൽ എന്ത് ചെയ്യണം, ആ കാണുന്നത് ആരാണ് എന്ന് ആലോചിക്കണം. അവിടെയാണ് ഈ ജീവിതം എങ്ങനെ ധന്യമാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകണം. അതാണ് ആത്യന്തികമായിട്ടുള്ള ഭാവം. ആ ആത്യന്തികമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ എങ്ങനെയാ ജീവിത ധന്യത എന്ന് പറയാം? എന്തുകൊണ്ടാണ് ജീവിത ധന്യത പറഞ്ഞത്? ഈ ഒരു ചോദ്യം ഇതാണ്, ആത്മാവ് ശരീരത്തിനകത്താണോ ആത്മാവ്, ആത്മാവിനകത്താണോ ശരീരം? എന്താ, ആത്മാവിനകത്താണോ ശരീരം, ശരീരത്തിനകത്താണോ ആത്മാവ്? ഉറുമ്പിനകത്താണോ പുറ്റ്, പുറ്റിന് ചുറ്റും, ഉറുമ്പിന്റെ ചുറ്റുമാണോ പുറ്റുള്ളത്? ഏതാ? ഈ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ടോ? ഏത് വാചാ അനഭ്യുതം ഏന വാക്ക് അഭ്യുതതേ തദേവ ബ്രഹ്മത്വം വിദ്ധി യദിദം ഏന ഉപാസിതതേ. ജീവിത ധന്യത എന്ന് പറയുന്നതിന്റെ ഒരു ആത്യന്തികമായ തലം എന്ന് പറയുന്നത് ഞാൻ ആരിൽ എന്നറിയലാണ്. ഏകം സത് ഏകോഹം ബഹുശ്യാം. ഈ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ നേഹ നാനാസ്തി കിഞ്ചന. ഞാൻ ആര് എന്ന് അറിയുമ്പോഴാണെന്നുള്ളത് ജീവിത ധന്യത വരുള്ളൂ. എത്രയോ വർഷമായി നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു. അമ്പലം എന്താണ് നമുക്ക് അറിയാറുണ്ടോ? ഈ ക്ഷേത്രം എന്തുള്ളത് എന്താണെന്ന് അറിയാം. ജീവോ ദേവാലയ പ്രോക്ത. ഈ സദാശിവൻ എവിടെയുള്ളത് നമുക്കറിയാം. ജീവിതം ധന്യമാണ് എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഭഗവത്ഗീതയിൽ പറയും, ആപൂര്യമാണ് അചല പ്രതിഷ്ഠം സമുദ്രം. നിറഞ്ഞിരിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിറയാൻ ഒന്നും ബാക്കിയില്ല. നാരായണ ജപിക്കാം നമുക്ക്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അഖില സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. നമ്മൾ ആര് എന്നറിയണം. ഈ ശരീരം എപ്പോഴുണ്ടായത്? ഈ ശരീരത്തിന്റെ നാഥനാര്? ശരീരിയെ അറിയാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ ശരീരം നിലനിൽക്കുന്നത്, കണ്ണ് കാണുന്നത്
കേനോപനിഷത്തിന് ആദ്യം തുടങ്ങുന്നതാണ് കേന പ്രദതി പദതി പ്രേഷിതം മന കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷു സ്തോത്ര കൗ ദേവോ യുനക്തി. ഇതാരാ കാണിക്കുന്നേ? ഈ കണ്ണ് എന്ന് പറയുന്ന സാധനം, ഈ കണ്ണ് എന്നുള്ള സാധനം ഉള്ളത് കൊണ്ടാണോ കാണുന്നേ? ഇവിടെ ഈ ഗോളങ്ങൾ ഉള്ളത് കൊണ്ടാണോ? ചെവി എന്ന് പറയുന്ന ഈ ബാഹ്യമായിട്ടുള്ളത് കൊണ്ടാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു മരിച്ച ശരീരത്തിൽ ഇതൊക്കെ ഇല്ലേ? ആചാര്യന്മാർ ഇങ്ങനെ കാണിച്ചു തരും, നമ്മൾ പറഞ്ഞുതരാം. എന്നാൽ ഈ ശരീരത്തെ എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്ന ഒരു ശക്തി. ഈ ശക്തിയെ അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ അതാണെന്നുള്ളത് ജീവിത ധന്യതയുടെ പ്രാധാന്യം. മനുഷ്യനും അതുകൊണ്ട് തന്നെ ഈ ഒരു ശങ്കരാചാര്യ ഒരു ഇത് പറയുന്നത് കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. ചില ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു കൗപീനം പോലും ഇല്ല, പക്ഷെ അയാളെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ സന്തോഷവും ആ ഒരു ആനന്ദവും കണ്ടിട്ട് പറയുവാണ് എന്തൊരു ഭാഗ്യവാനാന്ന് പറയും. എന്താണ്? രാജകൊട്ടാരത്തിൽ ഭഗവാൻ ശ്രീബുദ്ധനെ 3 കൊട്ടാരങ്ങളാണ്. ഈ രാഹുൽ എന്ത് ചെയ്യുന്നു? ചെറിയ പ്രായത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? 3 കൊട്ടാരങ്ങൾ. ഒരു കാലത്ത് മഴക്കാലത്ത്, വേനൽക്കാലത്ത്, മറ്റുള്ള സമയത്ത് ഇത്രമാത്രം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതിനെ അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവനെ ശരിക്കും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ധർമ്മപദത്തിലെ ഭഗവാൻ ശ്രീബുദ്ധൻ ഒരു കാര്യം പറയും: ആരോഗ്യം പരമോ ലാഭ, സന്തുഷ്ടി പരമം ധനം, വിശ്വാസം പരമോ നാഥ, വിശ്വാസം പരമോ നാഥ, നിർവാണം പരമം സുഖം. ഇതൊന്നും ഓർമ്മിച്ചു വെക്കണേ. ചിലതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകണം, എന്നാലേ നമുക്ക് നാരായണ ജപം ഇങ്ങനെ വരുള്ളൂ. കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. യാജ്ഞവൽക്യ മഹർഷി കേട്ടിട്ടുണ്ടോ? യാജ്ഞവൽക്യ മഹർഷി എന്ന് പറയുന്നത് അത്രമാത്രം സമ്പത്തിന്റെ മുകളിൽ. യാജ്ഞവൽക്യ മഹർഷി ഒരു സദസ്സിലേക്ക് പോയാൽ അവിടെ ശിഷ്യന്മാരോട് പറയും, എന്ത് ചെയ്യാം, ആ ധനം എടുത്തോന്ന് പറയും. വാദിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരാൾ എതിർക്കാൻ വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ധനം എന്ന് പറയുന്നത് അത്രമാത്രം ധനത്തിന്റെ ഒരു അതിന്റെ മുകളിലാണ്. എന്നാൽ യാജ്ഞവൽക്യ മഹർഷി ഒരിക്കലും തന്റെ പ്രിയ പത്നിയായിട്ടുള്ള കാത്യായനോട് പറഞ്ഞു, മൈത്രേയിയോട് പറഞ്ഞു. മൈത്രേയി കാത്യായൻ 2 ഭാര്യമാരാണ്. അപ്പോ ഒന്നിനെ തന്നെ എങ്ങനെയാണല്ലേ ഇത് 2 യാജ്ഞവൽക്യ മഹർഷി വളരെ ഹാപ്പിയാണ്. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറഞ്ഞു, ഹേ മൈത്രേയി, ഞാൻ പരിവ്രാജനത്തിനായിട്ട് പോവാം, ഞാൻ സന്യസിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ ധനം എന്തായിട്ട് എന്ത് ചെയ്തോ, നിങ്ങൾ രണ്ടാളും കാത്യായനും നീയും കൂടെ എന്ത് ചെയ്യാം, തുല്യമായിട്ട് പങ്കിട്ടിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മൈത്രേയി ചോദിക്കാം, നല്ല ഒരു ചോദ്യം കേട്ടോ. ഹേ ഭഗവാനെ, അങ്ങ് ഇത്രമാത്രം ധനം ഉപേക്ഷിച്ചിട്ട് അങ്ങ് വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് എങ്കിൽ അത് ഇതിനേക്കാളും മഹത്തായിരിക്കുമല്ലോ. എനിക്കും അതന്നെ മതി. ഇന്നാണെന്ന് എന്താണ്, ഗൾഫിൽ നിന്ന് ഈ 30 കൊല്ലമായിട്ട് ഭർത്താവ് വരണം എന്ന് വിചാരിച്ചാൽ വരാൻ വിടുന്നുണ്ടോ? എങ്ങനെയാ അവര് മോളെ കല്യാണം കഴിഞ്ഞോ, 2ാമത്തെ മോളെ കല്യാണം കഴിഞ്ഞു, വരാൻ വിടുവോ? അയാൾക്ക് പാപം ഇവിടെ നിന്ന് വന്നാൽ മതി എന്നിപ്പുള്ളത്. വരാൻ വിടാത്തത് കൊണ്ടാ. വന്നാൽ തന്നെ 10 ദിവസം നിൽക്കുള്ളൂ. 11ാമത്തെ ദിവസം എന്താ പോകുന്നില്ലെന്നായി നോക്കൂ. ഇത് എന്നാ ഈ മൈത്രേയി അങ്ങനത്തല്ല കേട്ടോ. മൈത്രേയി പറഞ്ഞ, ഹേ ഭഗവാൻ, അങ്ങ് ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു സംഭവത്തിലേക്ക് പോകുമ്പോ എനിക്ക് അത് മതി. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി പറയാ, എനിക്ക് നിന്നോട് വളരെ പ്രിയമായിരുന്നു, എന്നാ എനിക്കിപ്പോ കുറച്ചും കൂടി പ്രിയമാണ്. കാരണം എന്താ, അവിടെ ഇരുത്തി മൈത്രേയിയോട് എന്ത് ചെയ്യുന്നു, ഈ ആത്മ ഉപദേശം പറഞ്ഞു കൊടുക്കാം. എന്താ പറയുന്നത് അറിയോ? വളരെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന സംഭവമാണ്. ആത്മാവാര്യെ ദ്രഷ്ടവ്യേ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ. ആത്മാവാരെ ദ്രഷ്ടവ്യോ
ശ്രവണം ചെയ്യുന്ന ശ്രോതവ്യോ കേൾക്കുക. നീ കേൾക്കണമെങ്കിൽ തന്നെ ഭാഗ്യം കേട്ടോ. പൃഥു മഹാരാജാവ് ഈ ആനന്ദത്തിൽ എന്തറിയോ, ഈ ആനന്ദം പറയാൻ എനിക്ക് 1000 ചെവി തരും എന്ന് പറഞ്ഞു. ഇത് ഈ ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കാൻ എനിക്ക് 1000 ചെവി തരും. നിങ്ങൾ എവിടെ എന്ത് പണിയെടുക്കട്ടെ, അപ്പോഴൊക്കെ മൊബൈൽ ഉണ്ടല്ലോ. ഈ മൊബൈൽ എന്ത് ചെയ്യണം? ഒന്നിക്ക് വിഷ്ണു സഹസ്രനാമോ എന്തെങ്കിലുമൊക്കെ ടോക്കോ ആചാര്യന്മാരുടെ കാര്യങ്ങളൊക്കെ വെക്കണം. ഭാഗവതം ഇങ്ങനെ അവിടെ ചൊല്ലുന്നൊക്കെ ഇങ്ങനെ വെക്കാം. രാവിലെ ആയിക്കഴിഞ്ഞാൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ സ്വാദ് കൂടും. എന്നാൽ നമ്മളെങ്ങനെയാ പറഞ്ഞത്, എണീച്ചിട്ട് അതില്ലോ ഇതില്ലോ ഇത് ഇങ്ങനെ കൂടെ അങ്ങനെ ആക്കുന്ന ചായക്കെല്ലാം കയ്പായിരിക്കും. അമ്പലത്തിലെ പായസം നല്ല ശാന്തിക്കാരും നല്ല സ്നേഹമുള്ള നല്ല ഭക്തിയുള്ളവരുണ്ടാകുന്നത്. ആ പായസത്തിൽ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാവും രസം ഉണ്ടാവുന്നത്? അത് കുറച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് അമൃതം പോലെയാണ്. എന്തുകൊണ്ടാ? ആ ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് എന്ത് ചെയ്യുന്നേ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ചില ആശ്രമത്തിലെ നല്ല രീതിയിൽ പോകുന്ന ആശ്രമത്തിലൊക്കെ പോയാലേ അവിടുത്തെ ഭക്ഷണത്തിന് പ്രത്യേക സ്വാദാ. എന്തുകൊണ്ടാ? ആ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മക്കൾക്കൊക്കെ അങ്ങനെ കൊടുക്കും, ഒരു അസുഖം ഉണ്ടാവില്ല. ഈ രാവിലെ തുടങ്ങരുത്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണ് ആധ്യാത്മികത ആദ്യം വേണ്ടത്. അമ്പലത്തിൽ വരുമ്പോൾ നതു വസ്ത്രം നതു മുണ്ടനം ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് പറയും. നോക്കൂ, ഇവിടെ എന്താണ് ഈ ആജ്ഞവൽക്യ മഹർഷി മൈത്രിയോട് പറയുന്നത്? നീ കേൾക്കൂ എന്നാണ്. ഏതാ കേൾക്കേണ്ടത്? ഭദ്രമായിട്ടുള്ളതിനെ കേൾക്കൂ. ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷപര്യജത്ര. ഉപനിഷത്താണ്, ശാന്തി മന്ത്രം തന്നെ പറയാം. എന്താ പറയുന്നേ? ഭദ്രമായിട്ടുള്ളത് കേൾക്കണം, അചഞ്ചലമായിട്ടുള്ളത് കേൾക്കണം. എങ്ങനെയാ? കേൾക്കേണ്ടതിനെ കേൾക്കുക, മാറാത്തതിനെ കേൾക്കൂ. അതാണ് സത്യം. ത്രികാലേഷു യത് സത് തത്. 3 കാലത്തും നിലനിൽക്കുന്നത് എന്താണോ, ജാഗ്രത സ്വപ്ന സുഷുപ്തി, അതിൽ 3ലും എന്താണോ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് അതാണ് സത്യം. ഇതിനെ കേൾക്കൂ. ധാരാളം കേൾക്കേണ്ട അവസരമുണ്ടല്ലോ. മക്കളോ എല്ലാവരും എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് ഇതേപോലുള്ള സത്സംഗത്തിൽ എന്ത് ചെയ്യണം? കേൾക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം എന്ത് പറഞ്ഞത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ മനുഷ്യനുണ്ടാവാം. ഒന്ന് മൃഗമനുഷ്യന്മാരുണ്ടാവാം. മൃഗവും മനുഷ്യന്റെ കോലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ് സ്വഭാവമൊക്കെ? എന്താണ്? എന്ത് കണ്ടാലും മണപ്പിച്ചു നോക്കും. എന്ത് കഴിക്കുന്നതിന് മുമ്പിലും കുറെ മണപ്പിച്ചു നോക്കും. അങ്ങനത്തെ എന്തായിരിക്കും? ഏത് പ്രകാരിക്കും? പൂർവ്വവാസനയാണ്. മൃഗമനുഷ്യന്മാരെ മനുഷ്യന്മാരുണ്ടാവും. എന്നാൽ നമുക്ക് എന്താവേണ്ടത്? ദേവമനുഷ്യന്മാരാവണം. അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ചിട്ടകൾ, നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കട്ടെ. എന്താ നല്ല കാര്യങ്ങൾ? ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കട്ടെ എന്ന് പറയാം. ഭാഗവതൊക്കെ നന്നായിട്ട് കേൾക്കുക, ഭഗവത്ഗീത നന്നായിട്ട് കേൾക്കുക. നമ്മുടെ പുരാണങ്ങൾ ഉപനിഷത്തൊക്കെ എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം. രാവിലേക്ക് എന്ത് ചെയ്യണം? ആ വിഷ്ണു സഹസ്രനാമം എന്ത് ചെയ്യണം? ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വീട്ടിലെ കുട്ടികളും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇരുന്ന് വായിപ്പിക്കണം. അവർക്കൊരു ചിട്ട കൊടുക്കണം. ജീവിതത്തിൽ ഒരു ചിട്ട, ഒരു മൂല്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ശത്രുക്കളായിട്ട് മാറും നിങ്ങളുടെ മക്കൾ. അച്ഛൻ്റെ അമ്മേന്റെ ശത്രുക്കളായിട്ട് മാറുന്നു +2 ഒക്കെ ആകുമ്പോഴേക്കും മക്കൾ. എന്തുകൊണ്ടാ? അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? ഈ മൂല്യങ്ങൾ കൊടുത്തായിരുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങൾ കൊടുത്തായിരുന്നോ? മറ്റുള്ള ആൾക്കാർ 5 മണിക്ക് അച്ചാച്ചനും അമ്മമ്മയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ വേദപഠനങ്ങളിലേക്ക് പോകും. നമ്മളോ 11 മണിക്കൊക്കെ എഴുന്നേക്കുന്ന കുട്ടികൾ. എന്നിട്ട് അവരെ വിളിക്കേണ്ട ധൈര്യമുണ്ടോ? ധൈര്യമൊന്നുമില്ല. അതുപോലില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ കാലം മാറേണ്ടതാണ്. അവരുടെ സ്നേഹത്തിൽ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യണം? തട്ടി ഉണർത്തി എന്ത് ചെയ്യണം? വിളിക്കണം. വിളിച്ചിട്ട് എന്ത് ചെയ്യണം? അവരെ ചൊല്ലിപ്പിക്കണം. കൂടെ ചൊല്ലണം. ആദ്യം നമ്മളെ ചൊല്ലുന്നത് കണ്ടാലേ അവര് ചെയ്യുള്ളൂ. അങ്ങനെ നല്ലത് കേൾക്കട്ടെ എന്ന് പറയാം. കേട്ടാൽ മാത്രം മതിയോ? നമ്മളിപ്പോ പ്രഹ്ലാദന്റെ കഥ കേൾക്കാനൊക്കെ നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രഹ്ലാദന്റെ കഥയെ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ മനനം ചെയ്യണം. ഭാഗവതത്തിൽ നമ്മളൊന്ന് കേട്ടാൽ, ഭഗവത്ഗീതയിൽ നമ്മളൊന്ന് പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? മനനം ചെയ്യണം. മനനാത്രായതേ. മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ത്രായതേ, ത്രാണനം ചെയ്യുന്നതാണ്, നമ്മൾ ഉയർത്തുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം എന്ത് ചെയ്യണം? ഇങ്ങനെ ഉരവണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് മാത്രമാണ് ധ്രുവൻ ചെയ്തത്. ഭഗവാൻ നാരദ മഹർഷി ഒറ്റ സാധനയെ കൊടുത്തിട്ടുള്ളൂ, ഭഗവത് നാമം. ആ ഭഗവത് നാമമാകുന്ന അമൃത് എന്ത് ചെയ്യുന്നു? ആ സുധാരസം പകർന്നു എന്ന് പറയും. ആ വായിലേക്ക് ആ സുധാരസം പകർന്ന് അതെന്ത് ചെയ്യുന്നു? നമ്മൾ പോലും നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ വർക്കി. മൂന്ന് തരത്തിൽ നമുക്ക് ജപിക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാ? ഒന്ന് വാചികം, മാനസം, ഉപാംശു, മാനസം. ഒന്ന് ഒച്ചത്തിൽ ജപിക്കാം. ഒച്ചത്തിൽ ജപിക്കാൻ എന്ത് ചെയ്യും? ഒച്ചത്തിൽ ജപിക്കാൻ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ജപിച്ചുകൊണ്ടേയിരിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരി പരമേ. ആ ഹരിയുടെ നാമം എന്ത് ചെയ്യണം? ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അത് ജപിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒച്ചത്തിൽ ജപിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നന്നായിട്ട് ജപിക്കുന്നവരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടുകളിൽ മാത്രം മതി നാരായണ 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 നാരായണ. പിന്നെ എന്താണെന്നറിയോ? ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു സംഗീതം പോലെ ഉള്ളും ചെയ്യും. നാരായണ 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 നാരായണ. ആണോ അല്ലയോ? ആണോ അല്ലയോ? നോക്കൂ, ഇത് ഈ ജീവിതം ധന്യമാകണമെങ്കിൽ ഇതിനേക്കാളും മുകളിൽ ഒരു സ്ഥലമുണ്ട് എന്ന് അറിയണം. എന്റെ വഴി എനിക്ക് ഭഗവാനെ എന്റെ ഈ കർമ്മം ഇവിടെ ഈ തന്നിട്ടുണ്ട്, ഈ ജന്മം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എനിക്കൊന്ന് ഇതിനെ കര പറ്റിക്കണം. എന്ത് ചെയ്യണം? ഇത് പോരാ. അതിനെന്ത് ചെയ്യണം? അതിനെ ഒന്ന് വളർത്തിയെടുക്കണം. നമ്മുടെ സകല കൃതികളും പറയുന്നു കലിയുഗത്തിലെ എന്താ ചെയ്യേണ്ടത്? നാമസങ്കീർത്തനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ശ്രോതവ്യം മന്തവ്യവും മനനം ചെയ്ത് അത് നിധിധ്യാസനം ചെയ്യണം. ഈ മനുഷ്യന്റെ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ഉള്ളിലുള്ള എന്ത് ചെയ്യാം? നല്ല ഗുണങ്ങൾ ഇങ്ങനെ ചേർന്ന് വരും. ആ ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അനുഭവിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ അകത്ത് പോയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് കണ്ടെടുക്കാം. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് ആക്കാം. ആ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഭഗവാൻ. എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ അറിയാം. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയം നിത്യോഹം നിരവധ്യോഹം നിരാകാരമേവ ച അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയം അസംഗോഹം 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 പുനഃ പുനഃ. ഞാൻ ഈ സച്ചിദാനന്ദ രൂപമാണെന്ന് അറിയണം. നമ്മൾ ആ ഭഗവാനെ നമ്മൾ ദർശിക്കുമ്പോഴെന്താ? ആ ഭഗവാൻ തന്നെയാണ് ഞാൻ. ആ ഭഗവാന്റെ കാര്യമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് കൈ കൂപ്പാൻ സാധിക്കുന്നത്, എനിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ആ ഭഗവാൻ എന്നിൽ ഉള്ളത് കൊണ്ടാണ്. അത് എപ്പോഴും നമ്മൾ അറിയുന്നില്ല. അതൊരു മായയാണ്. മായയുടെ അതുകൊണ്ടാണ് ബ്രഹ്മാവലോക ദിഷണ എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ഏത് ജീവികൾക്കും അങ്ങനെ ഒരു സുഖം തോന്നിയില്ല ബ്രഹ്മാവിന്. എല്ലാ ക്രിയേച്ചറിലും അത്ര ഒരു സുഖം തോന്നിയില്ല. അപ്പൊ അവസാനം എന്താണ്? ബ്രഹ്മാവലോക ദിഷണ. അങ്ങനെ ആവുമ്പോഴേക്ക് എന്താണ്? സന്തോഷം ഉണ്ടായി എന്ന് പറയാം. ഭഗവാനെ ഈ മനുഷ്യർക്ക് മാത്രമാണ് എന്തുള്ളത്? ഈ ഒരു ചിന്തകളിലേക്ക് ചിന്തിക്കാനും ചിന്തകൾ എന്ത് ചെയ്യാം? ഹയർ തോട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിനെന്ത് ചെയ്യണം? ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ധർമ്മേണ ഹീന പശുഭി സമാന ധർമ്മോ ഹി തേഷാം അധികോ വിശേഷം. ധർമ്മത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ആ ധർമ്മത്തിന്റെ മുകളിൽ നമുക്ക് അതിലൂടെ ചരിക്കാൻ സാധിച്ച്
ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ ആചാര്യന്മാര് കൃത്യമായിട്ടുള്ള പടിപടിയായിട്ട് തന്നിട്ടുണ്ട്. ഈ ഭഗവത് കാര്യങ്ങൾ ജീവിതം ഇങ്ങനെ കിട്ടിയല്ലോ ഭഗവാനെ. ആ കിട്ടിയതിൽ ധന്യത തോന്നണമെങ്കിൽ ഈ ഉള്ളിൽ ആരാണ് എന്നെ കൊണ്ട് തോന്നിക്കുന്നത് എന്ന് ആ അന്വേഷണമാണ് വേണ്ടത്. ഭഗവാൻ രമണ മഹർഷി എപ്പോഴും പറയും, ഉള്ളിപ്പാറ് ചുമ്മാ ഇരി, ഇങ്ങനെ ഓടല്ല, ഒന്ന് നിക്ക്. ഇങ്ങനെ ഒരു നായ ഒരു പത്രക്കാരന്റെ പറത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എല്ലാ ദിവസവും. ഒരു ദിവസം ഒരാള് നായെ തട്ടി ചോദിച്ചു, നീ എന്തിനാ ഓടും? അതറിയില്ല. നമ്മളും അതുപോലെ ഇങ്ങനെ അമ്പലങ്ങളിലും ഇങ്ങനെ 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 അതും ഇതിൽ ഒന്ന് നിൽക്കണം. റിട്ടയർ ആയിട്ടും ഇങ്ങനെ ഓടുക, എപ്പോഴായിട്ട് നിൽക്കുക. നമ്മുടെ ശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വായിച്ചുകൂടെ, പഠിച്ചുകൂടെ? രാവിലെ തന്നെ നമുക്ക് തുടങ്ങിക്കൂടെ? റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഒരു ടീച്ചർ അങ്ങനെ റിട്ടയർ ആദ്യം റിട്ടയർഡ് ആകുമ്പോൾ തുടങ്ങിയാൽ കാര്യമില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയാൽ സത്സംഗമെല്ലാം ഉണ്ടാവാം. അത് ആദ്യമേ തുടങ്ങണം. കൗമാര ആചരേ പ്രാപ്ത. പ്രഹ്ലാദൻ ചണ്ടനം എന്താണ് പറഞ്ഞു കൊടുക്കുക, ഈ ചണ്ടാമാർക്കന്മാരോട് പറഞ്ഞു കൊടുക്കുക, കൗമാര ആചരേ പ്രാപ്ത. ചെറിയ പ്രായത്തിലേ തുടങ്ങണം. ചെറിയ പ്രായത്തിലേ തുടങ്ങിയ ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തുടങ്ങാത്ത ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളത് സമയം അതിക്രമിച്ചു കേട്ടോ. എന്ത് ചെയ്യണം? ചെറിയ കുട്ടികളൊക്കെ വിളിച്ചിട്ട് നമ്മളത് ചെയ്ത് കൊടുത്തേ പറ്റൂ. അവര് നമ്മളെ ഓർമ്മിക്കുന്നത്, നമ്മളെ കാലശേഷം അവര് നമ്മളെ കുറിച്ച് ഓർമ്മിക്കുന്നത് അറിയോ? ഓ, എൻ്റെ മുത്തശ്ശി എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെ കഥ? ഭഗവാൻ കൃഷ്ണന്റെ കഥ. ഭഗവാൻ കൃഷ്ണനോളം വിഷമിച്ച് ആരാ ഉള്ളത്? ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോ വാടി തളരുക കുട്ടികൾ. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കേരളത്തിലാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. എന്തുകൊണ്ട്? പ്രതിസന്ധികളെ, പ്രലോഭനങ്ങളെ, പ്രശ്നങ്ങളെ, പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തി കൊടുക്കുന്നില്ല. 100 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നു മക്കൾക്ക് വേണ്ടി. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നില്ല? നിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാത്ത ക്ലാസ് റൂമാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർക്ക് വാങ്ങുന്ന ഒരു യന്ത്രം പോലെ ആവുക. ഒരു ടീച്ചേഴ്സ് ജീവിതത്തിന് വേണ്ടി എന്റെ മോനെ നീ ക്ലാസ്സിൽ വരുന്നത് എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത ടീച്ചേഴ്സാണ്. എന്നാൽ തന്റെ അച്ഛനും അമ്മയും എന്താ ജീവിതം എന്ന് ബോധിപ്പിക്കാത്ത അച്ഛനും അമ്മയും ആണോ അല്ലയോ? അവിടെയൊക്കെയാണ് തന്റെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് എവിടെയാ ജനിച്ചത്? ജനിക്കുന്നതിന് മുമ്പ് തന്നെ 6 സഹോദരന്മാരില്ല, കൊന്നു കളഞ്ഞു. കാരാഗ്രഹത്തിൽ അടച്ച് തന്റെ അമ്മയും അച്ഛനെയും. അവിടുന്ന് എങ്ങനെയാ പോയെ? ആ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലേ? ഏതൊക്കെ രീതിയിൽ ആരാണ് ശേഷാദിനാഥനാണ് പിടിച്ചു കൊടുക്കുന്നത്? പിന്നെ എന്തൊക്കെ എത്രയാളെ, ചെറിയ കുട്ടിയാവുന്ന എത്രയാളെ കൊല്ലേണ്ടി വന്നേ? അമ്മാവന് 11 വയസ്സാകുമ്പോഴേക്കും ശരിയാക്കി. ആണല്ലോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ എപ്പോഴെങ്കിലും ഭഗവാൻ കരഞ്ഞിട്ടുണ്ടോ? ഭഗവാനെ നോക്കൂ, ഒരു ആകെ സന്തോഷം കൊണ്ടാണ് കുചേലനെ കണ്ടപ്പോഴൊന്ന് കരഞ്ഞത്. അത് സന്തോഷമാണ്. അപ്പോഴും നോക്കൂ, അങ്ങനെ ഒരു കഥ കേൾക്കുന്ന കുട്ടിക്ക് തന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ശ്രീരാമനെ ഓർത്താൽ, ശ്രീരാമനെ നോക്കൂ, ശ്രീരാമനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ ഒരു കുട്ടി, ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ വിഷമിക്കുന്ന കുന്തിയെ കുറിച്ച് എടുത്ത് വായിച്ചാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ ഭഗവാനെ എന്ന് പറയില്ല. കുന്തി ദേവിയെ കുറിച്ചിട്ട് അറിയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെങ്കിൽ ആ അമ്മ അനുഭവിച്ച വിഷമങ്ങൾ എത്രയാ. എന്നിട്ട് കുന്തി ദേവി എന്തൊരു ഭഗവാനായിട്ട് ഭഗവാനായിട്ട് എപ്പോഴും ഒട്ടി നിൽക്കുക. ഭഗവാനോട് പറയാം, എനിക്ക് എത്രമാത്രം വിഷമങ്ങൾ എന്നാലും എനിക്ക് അപ്പൊ ഭഗവാനെ വിചാരിക്കാലോ. ആണോ? ഒരിക്കൽ ഒരു വലിയൊരു 10 നില കെട്ടിടത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയി. അയാൾ ഒറ്റപ്പെട്ട് 10 നില കെട്ടിടത്തിലാണ്. അയാളുടെ കയ്യിൽ ഒരുപാട് ഒരു ബാഗ് നിറയെ പൈസ ഉണ്ടായിരുന്നു. ഇയാൾ ഈ പൈസ കുറച്ചൊക്കെ താഴേക്ക് ഇട്ടു. ആരും എന്ത് ചെയ്യുന്നില്ല, ആ പൈസ എടുത്തിട്ട് വേഗം പുറത്തേക്ക് പോവാം. എന്നാൽ അവസാനം പൈസ തീർന്നു. അയാൾ ദേഷ്യം കൊണ്ടെന്തായി, ഈ അവിടുത്തെ ജനല് അടിച്ച് പൊട്ടിക്കുക. കുറെ ജനൽ
എന്താണ് എന്താണ് കുപ്പിച്ചില്ലുകൾ താഴെ പോയപ്പോ ഒരാളെ കാല് തറച്ചപ്പോഴെന്താണ് അയാൾ പെട്ടെന്ന് തന്നെ മുകളിൽ നോക്കുക. ഇത്രയും സമയം നല്ലത് വരുമ്പോഴെന്താണ് നമ്മൾ ആരും നോക്കുന്നില്ല. വിഷമങ്ങൾ വരുമ്പോഴാണ് ഭഗവാനെ വിചാരിക്കുന്നത്. ആണോ അല്ലയോ? ആണോ? വിഷമങ്ങൾ വരുമ്പോഴും സുഖങ്ങൾ വരുമ്പോഴും ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ ഭഗവാൻ നമുക്ക് ഈ സുഖം സൗകര്യങ്ങളൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ. ഭഗവാന്റെ കാരുണ്യല്ലേ? ആണോ അല്ലയോ? അപ്പോഴും നമ്മൾ ചിന്തിക്കണം. ആ ചിന്തകള് എപ്പോഴും ആ ഭഗവാനെ ചിന്തിക്കാനുള്ള ചിന്തകൾ ഉണ്ടായാൽ ജീവിത ധന്യതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ളതിൽ സന്തോഷിക്കാനും വെറുതെ ഇല്ലായ്മ പറയാതെ ഉള്ളതിലേക്ക് നമ്മളെ ശ്രദ്ധിക്കാം. ആ ഭഗവാനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യട്ടെ? ഈ ജീവിതം ഇവിടെ തന്നതിൽ എന്താണ്? ആ ഭഗവാനുള്ള നന്ദി. ഓരോ സമയവും എൻ്റെ ഭഗവാനെ എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ, ഈ ഇതിൽ എന്ത് ചെയ്യാം? ഈ ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും വരും, എപ്പോഴും വന്ന് ഭഗവാൻ ലഭിക്കും. അങ്ങനെ നമുക്കുള്ള ഒരു ചിന്തകളായി വരണം. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സുഖം എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടാൻ സാധിക്കില്ല. കാരണം ഭൗതികമായിട്ട് കിട്ടുന്ന സുഖങ്ങളൊക്കെ എന്താണ്? ഒരു ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭക്തിയിലൂടെ ഈ ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ഓരോ നിമിഷങ്ങൾ നമ്മളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാർച്ച് 4-ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. എന്താണ് വിഷയം? എന്താണ്? യോഗവാസിഷ്ടത്തിനെ കുറിച്ചിട്ടാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഈ ചിന്തിക്കുന്നത് മനസ്സിൻ്റെതാണ്. മാർച്ച് 4 എല്ലാവരും ഉണ്ടാവില്ലേ? വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ മനസ്സിന്റെ അപാരമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. മനയേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോ. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. ഈ എന്താണ് ഇത്രയും സമയം ശ്രദ്ധിച്ച എല്ലാവർക്കും എന്നെ ക്ഷണിച്ച രവിയാട്ടന പ്രൊഫസർ ലക്ഷ്മണ സാറിനും ഈ ക്ഷേത്രത്തെ എല്ലാ ഭാരവാഹികളും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളും നമസ്കരിച്ചുകൊണ്ട് ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.